സ്വാമിയെ ശരണമയ്യപ്പ. ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മളുടെ മേൽശാന്തിമാരെക്കുറിച്ച്. എല്ലാ മേൽശാന്തിമാരും അങ്ങനെയല്ല, നല്ല ആളുകൾ ജീവിച്ചിരുന്ന കാലമാണ്. മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി, അതുപോലെ തന്നെ കണ്ഠരര് മഹേശ്വരർ. പിന്നെ ഈ മോട്ടിക്കാൻ വേണ്ടി ഈ ഇട്ടിരിക്കുന്ന സാധനം ഒരു അതൊരു ഐഡൻറ്റിറ്റി ആയിട്ട് കാര്യം കാണണ്ട, മനസ്സിലായില്ലേ? പണ്ട് പടച്ചോറും തിന്നുകൊണ്ട് നടന്ന കാലം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഈ കാണുന്ന എല്ലാ ഹിന്ദുക്കളുടെയും കീശയിലെ കാശിൻ്റെ പൈസയാണ് നിങ്ങളിന്ന് ജീവിക്കുകയും നിങ്ങളിന്ന് മുമ്പോട്ട് പോവുകയും ചെയ്യുന്നത് നല്ലപോലെ മനസ്സിലാക്കിയ കൊള്ളാം. ഹിന്ദുക്കൾക്ക് ഇപ്പോൾ ഏറ്റിരിക്കുന്ന മുറിവെന്ന് പറഞ്ഞാൽ ഉണങ്ങാത്ത വ്രണമാണത്. അത് വളരെ സമയമെടുക്കും. സമയമെടുത്താൽ തന്നെയും അത് ഇനി ഈ ലോകം, ഈ ചരിത്രം മറക്കില്ല. ഈ ചരിത്രം മറന്നു പോകില്ല. അത്രമാത്രം കൊടിയ പാവമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഹിന്ദുക്കളോട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഈ LDF ഗവൺമെൻറ് പറയുന്നത് വളരെ ശരിയാണ്. അഹിന്ദുക്കളെ ക്ഷേത്രത്തിനകത്ത്, അഹിന്ദുക്കളെയല്ല, ഹിന്ദുക്കളിൽ വിശ്വാസികളായ ഹിന്ദുക്കളെ ക്ഷേത്രത്തിനകത്ത് പൂജയ്ക്ക് നല്ല പൂജാവിധികൾ പഠിച്ച പൂജാരിമാരെ കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തി കൊണ്ടുവേണം കാര്യങ്ങൾ ചെയ്യാൻ. അവർക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭക്തിയും ഈശ്വരനോട് ബഹുമാനവും നമ്മളോട് കൂറുമുള്ളത്. ഈ ബ്രാഹ്മൺ സമുദായത്തിൽപ്പെട്ടവർക്ക് ഇപ്പോൾ അതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്കൊരു ബിസിനസ്സും കച്ചവടവും മാത്രമായാണ് ഇതിനെ കാണുന്നത്. അതിന് കുറച്ച് ഞാൻ ഇന്നലെ പറഞ്ഞ കുറച്ച് ജ്യോത്സ്യന്മാരെ കൂടെ കൂട്ടുപിടിച്ചിട്ടുണ്ട്. അവർ പറയണ എല്ലാ പോക്കരിത്തനവും ക്ഷേത്രത്തിൽ കാണിക്കുക. ദേവൻ്റെ ഹിതം, എന്ത് ഹിതം? എന്താണ് ദേവൻ്റെ ഹിതം? ഇത്തരത്തിൽ അവിടെ ഇരിക്കുന്ന വിഗ്രഹവും അതുപോലെ അവിടെ ഇരിക്കുന്ന ജനൽപ്പാളിയും കട്ടറപ്പാളിയൊക്കെ എടുത്തുകൊണ്ട് അവിടെ ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്ന് എന്ത് വിചാരിച്ചാലും നടക്കുന്ന ഒരു സ്ഥലമാണ് ശബരിമല. ഒരു ഫാക്ടറി തന്നെ അവിടെ കൊണ്ടുവരാൻ പറ്റും ഇതിനു വേണ്ടി. എന്നിട്ടാണ് ഈ സാധനം അവിടെ നിന്ന് ഊരി പറിച്ചെടുത്തുകൊണ്ട് പോയത്. അതുകൊണ്ട് ആ ന്യായമൊന്നും ഇവർ പറയുന്നതിലൊന്നും ഒരു കാര്യവുമില്ല. ബാംഗ്ലൂർ കൊണ്ടുപോയാലേ ചെയ്യാൻ പറ്റും. ബാംഗ്ലൂരിലെ മിഷണറികൾ ശബരിമലയിൽ കൊണ്ടുവന്ന് ചെയ്യാൻ ഉള്ള സിറ്റുവേഷൻ അവിടെ ഉണ്ട്. യഥാർത്ഥം പറഞ്ഞാൽ അവിടെ വരുന്ന ഒരു ചെറിയ വിളക്കായാലും ഒരു ഗ്ലാസ് ആയാൽ പോലും കണക്കുള്ളതാണ്. അവിടെ നിന്ന് പുറത്ത് കൊണ്ടുപോകും. ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളനുസരിച്ച് അവിടെ നിന്ന് പുറത്ത് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ്. എന്നിട്ടാണ് ഇത്തരത്തിലുള്ള നാറിയ പ്രവൃത്തി അവർ ചെയ്തത്. ക്ഷേത്രത്തിൽ നമ്മൾ തരണ ഇഷ്ടം പോലെ ക്യാഷും എല്ലാം നടവരവും എല്ലാം ഇവർ എടുക്കുകയാണ്. അപ്പോൾ എന്തുമാത്രം കോടിക്കണക്കിന് രൂപ ഇവർ അവിടെ നിന്ന് കൊള്ളയടിച്ച് കാണുമെന്നുള്ളതാണ് ഒരു കണക്കില്ലാത്ത. കണക്കിലുള്ള സാധനം ഇത്രയും ഇവർ എടുത്തു എങ്കിൽ കണക്കിലില്ലാത്ത എന്തുമാത്രം സാധനം ഇവരവിടെ നിന്ന് കൊണ്ടുപോയി കാണും. ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ചിന്തിക്കാൻ കഴിയണില്ല. അത്രമാത്രം മനസ്സിൽ വേദന നമുക്കുണ്ടായിരിക്കുകയാണ്. പിന്നെ ആചാരങ്ങളെക്കുറിച്ച് പറയുകയാണ്. അനാവശ്യമായ ആചാരങ്ങൾ ഹിന്ദുവിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കുകയാണ്. ഒന്നാമത്തെ ആചാരം എന്ന് പറഞ്ഞാൽ ഈ വെടിവഴിപാട്. ഇത് ആവശ്യമില്ലാത്തൊരു സാധനമാണ്. ആവശ്യം ഒരു ക്ഷേത്രങ്ങളിൽ ഇത് ആവശ്യമില്ല. ശബ്ദമലിനീകരണം, അതിൽ നിന്ന് വരുന്ന വിഷപ്പുക, അതുപോലെ തന്നെ അതിൽ നിന്ന് ഉണ്ടാകുന്ന ആപത്തുകൾ. അപ്പറ്റിങ്ങിൽ 100 പേരാണ് ചത്തു മലച്ചത്. എന്നിട്ട് പോലും അത് മനസ്സിലാക്കാൻ പറ്റാത്ത, ഞാൻ ഭരണകൂടത്തിനെ കുറ്റം പറയാം, ഭരണകൂടത്തിനെ പ്രതിസന്ധിയിലാക്കുന്ന കുറച്ച് ഹിന്ദു ഭ്രാന്തന്മാർ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഭരണകൂടത്തിന് വരെ ഒരു പ്രതിസന്ധിയിലായിരിക്കും. അതുകൊണ്ട് ഭരണകൂടത്തിന് അതിൽ ഇടിച്ചു കയറി ഇടപെടാനോ അതിലൊന്നും പറ്റില്ല. ഒരു പ്രതിസന്ധിയിലായിക്കളെ. അത് കഴിഞ്ഞ് ആനപ്പുറത്തെഴുന്നള്ളിപ്പ്, അനാവശ്യമായ ആചാരം, എന്തുമാത്രം അപകടങ്ങൾ, എന്തുമാത്രം നഷ്ടപ്പെടലുകൾ, ഇതൊന്നും മനസ്സിലാക്കാതെ ഇതെല്ലാം ചെയ്യുന്നത്. തൃശ്ശൂർ പൂരത്തിന് വരെ ഞാൻ എതിരാണ്. എന്നെ ഇനി ഇതിൽ വന്ന് കമൻറ്റ് ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല. തൃശ്ശൂർ പൂരത്തിന് വരെ ഞാൻ എതിരാണ്. ഇത്രയും ആനകളെ സംഘടിപ്പിച്ച്, ഇത്രയും വെടിമരുന്നുകളും സംഘടിപ്പിച്ച് ഒരു നിശ്ചിതമായ ഒരു സ്ഥലത്ത് ക്രമീകരിച്ചുകൊണ്ട് അവിടെ നടത്തുന്ന ഈ ഒരു പരിപാടി ചിലപ്പോൾ എല്ലാ സുരക്ഷയും മാനദണ്ഡങ്ങളും ഉണ്ടായിരിക്കാം. എങ്കിലും അതിർക്കും മേലെയുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ശബരിമലയിലും ആയാലും മറ്റ് എല്ലാ കേരളത്തിലെ ക്ഷേത്രങ്ങളിലും മറ്റ് പൂജാവിധികൾ പഠിച്ച സമുദായത്തിൽപ്പെട്ടവരെ കൂടെ മുൻനിർത്തി വേണം കാര്യങ്ങൾ ചെയ്യാനെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. മറ്റ് ഇതര സമുദായത്തിൽ നിന്ന് പൂജാവിധികൾ പഠിച്ച് ചെയ്യാൻ താല്പര്യപ്പെട്ടു വരുന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്. അവരെ കൂടെ ഉൾപ്പെടുത്തി വേണം ഇനി എല്ലാ ക്ഷേത്രങ്ങളിലെയും കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ. അല്ലാതെ ജ്യോത്സ്യന്മാരെ
പറയണത് കേട്ട് ദേവൻ്റെ ഹിതം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുകയും അവിടെ ഇടുന്ന ദേവനെ എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ വെറും മണ്ടത്തനവും ഈ 2026 ശുദ്ധ പോക്കിരിത്തനവും മണ്ടത്തനവുമാണ്. ഈ ജ്യോത്സ്യന്മാരോട് ചോദിക്കുന്നതിനെക്കാട്ടി ഇപ്പോൾ AI യോട് ചോദിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഗുഡ് ലക്ക്.